ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHA ഫാർമസി ടെക്നീഷ്യൻ എക്സാമിന്റെ കുറച്ച് റീസെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആൽക്കഹോളിക്സ് ആർ മോർ സസെപ്റ്റബിൾ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് കണ്ടീഷൻസ്? എ ആട്രിയൽ ഫിബ്രിലേഷൻ, ബി ഹൈപ്പർടെൻഷൻ, സി സ്ട്രോക്ക്, ഡി ഹാർട്ട് ഫെയിലിയർ. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആട്രിയൽ ഫിബ്രിലേഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ഒരു ആൽക്കഹോൾ യൂസ് നമുക്ക് ആ ഒരു ആട്രിയൽ ഫിബ്രിലേഷൻ റിസ്ക് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനെ നമുക്ക് ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്നും പറയാം. ഈ ഒരു ആൽക്കഹോൾ ഇൻടേക്ക് അവിടെ ആട്രിയൽ ഫിബ്രിലേഷൻ കണ്ടീഷൻ ട്രിഗർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം. ഈ ഒരു ആൽക്കഹോളിക്സ് ആർ മോർ സസെപ്റ്റബിൾ ടു ആട്രിയൽ ഫിബ്രിലേഷൻ. ഈ ആൽക്കഹോളിസം നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻസ് ഒക്കെ അവിടെ കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഡയറക്റ്റ് ലിങ്ക് വരുന്നത് ആട്രിയൽ ഫിബ്രിലേഷൻ കണ്ടീഷനിലാണ്. ഈ ആൽക്കഹോൾ യൂസ് ഹൈപ്പർ ടെൻഷൻ കോസ് ചെയ്യുന്നുണ്ട്, അതുവഴി സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻ എല്ലാം കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു ആൽക്കഹോളിക്സ് കൂടുതൽ അവിടെ ആ ഒരു ഡയറക്റ്റ് ലിങ്ക് വരുന്നത് ആട്രിയൽ ഫിബ്രിലേഷൻ റിസ്ക് കോസ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആട്രിയൽ ഫിബ്രിലേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പേഷ്യൻസ് വിത്ത് ആസ്മ? ആസ്മ പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രൊപ്പനലോൾ, ബി ഫിറോസിമൈഡ്, സി ലിസിനോപ്പിൽ ആൻഡ് ഡി മെറ്റ്ഫോമിൻ. സോ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ പ്രൊപ്പനലോൾ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്കറിയാം പ്രൊപ്പനലോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ. നോൺ സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? β1 ആൻഡ് β2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആസ്മ കണ്ടീഷനിൽ ഈ ബ്രോങ്കോ ഡയലേഷൻ എന്ന് പറയുന്നത് β2 റിസപ്റ്റർ ആണ് ബ്രോങ്കോ ഡയലേഷൻ കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു β2 റിസപ്റ്ററിനെ ഈ പ്രൊപ്പനലോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. അതേപോലെ തന്നെ ആസ്മ കണ്ടീഷൻ വേഴ്സൺ ചെയ്യും. പിന്നെ ലൈഫ് ത്രെറ്റനിങ് ബ്രോങ്കോസ്പാസം കോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രൊപ്പനലോള് ആസ്മ പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ബാക്കി ഡ്രഗ്സ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറോസിമൈഡ് ലൂപ്പ് ഡയോററ്റിക്സ് ആണ്, അത് കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കോസ് ചെയ്യുമെങ്കിൽ കൂടി അത് കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല. പിന്നെ ലിസിനോപ്രിൽ ACE ഇൻഹിബിറ്റർ ആണ്, അത് ചില പേഷ്യൻസിൽ അത് കഫ് കോസ് ചെയ്യുന്നുണ്ട്, എന്നാലും ആ ഒരു ആസ്മ പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല. അതേപോലെ തന്നെ മെറ്റ്ഫോമിനും ആസ്മ പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല. കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ഓപ്ഷൻ എ പ്രൊപ്പനലോൾ. Okay. Next question: which of the following is the fastest route of administration for morphine? Option A oral, B subcutaneous, C intravenous and D intramuscular. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? ഫാസ്റ്റസ്റ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ട്ലി ബ്ലഡ് സ്ട്രീമിലേക്കാണ് നമ്മൾ ഡ്രഗ് എൻ്റർ ചെയ്യുന്നത്, ആ ഡ്രഗ് ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആയിരിക്കും. വിത്തിൻ 1 to 2 minutes അവിടെ ആക്ഷൻസ് കാണിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ 100% ബയോ അവൈലബിലിറ്റി കാണിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് തെറാപ്യൂട്ടിക് എഫക്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും വെൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ. ബാക്കി റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബയോ അവൈലബിലിറ്റി അവിടെ റെഡ്യൂസ് ആവുന്നുണ്ടായിരിക്കും. പിന്നെ സബ്ക്യൂട്ടേനിയസ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ IV കമ്പയർ ചെയ്യുമ്പോൾ സബ്ക്യൂട്ടേനിയസ് റൂട്ടിന് അവിടെ സ്ലോവർ അബ്സോർപ്ഷൻ ആണ്. ഇൻട്രാമസ്കുലാർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ക്യൂട്ടേനിയസിന് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റർ ആണെങ്കിലും ഇൻട്രാവീനിയസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവർ അബ്സോർപ്ഷൻ ആയിരിക്കും ആ ഒരു ഇൻട്രാമസ്കുലർ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: statins are contraindicated with which of the following due to risk of increased plasma concentration and toxicity? Option A grapefruit juice, B St. John's wort, C green tea, D coffee. അപ്പൊ ഇവിടെ സ്റ്റാറ്റിൻസ് ഏതായിട്ടാണ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ഓഫ് റിസ്ക് ഓഫ് ഇൻക്രീസ്ഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ആൻഡ് ടോക്സിസിറ്റി. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ എൻസൈം ഇൻഹിബിറ്റർ. സൈറ്റോക്രോം 3A4 എൻസൈം ഇൻഹിബിറ്റർ ആണ് ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. ഈ സെയിം എൻസൈം, അതായത് സൈറ്റോക്രോം 3A4 എൻസൈം ആണ്
സ്റ്റാറ്റിൻസ് ആയിട്ടുള്ള സിംവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, ലോവാസ്റ്റാറ്റിൻ ഇതിന്റെ ഒക്കെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. അപ്പൊ ഈ ഒരു എൻസൈമിന് നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ഇൻഹിബിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ സ്റ്റാറ്റിൻസിന്റെ മെറ്റബോളിസം അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല. സ്റ്റാറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ കൂടും. അത് ടോക്സിസിറ്റി, ഫോർ എക്സാമ്പിൾ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടുള്ള മയാൾജിയ, റാബ്ഡോമൈലോസിസ് ഈ കേസസ് ഒക്കെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എൻസൈം ഇൻഹിബിറ്റേഴ്സ് നമ്മൾ സ്റ്റാറ്റിൻസിന്റെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റിൻസിന്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല. സ്റ്റാറ്റിൻ കോൺസെൻട്രേഷൻ കൂടി ടോക്സിസിറ്റി കണ്ടീഷൻസ് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് എൻസൈം ഇൻഹിബിറ്ററിന്റെ എക്സാമ്പിൾ ആണ്. സോ അവിടെ ഓപ്ഷൻ എ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെന്റ് ജോൺസ് വാട്ട് എന്ന് പറയുന്നത് അതൊരു എൻസൈം ഇൻഡ്യൂസർ ആണ്. ഇൻഡ്യൂസേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റാറ്റിൻസിന്റെ മെറ്റബോളിസം നടന്ന് സ്റ്റാറ്റിൻ കോൺസെൻട്രേഷൻ കുറഞ്ഞ് നമുക്ക് വിചാരിച്ച എഫക്റ്റ് കിട്ടാതിരിക്കുകയാണ് ചെയ്യുക. ഇൻഹിബിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടോക്സിസിറ്റി കോസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ഓപ്ഷൻ സി ആൻഡ് ഡി, ഗ്രീൻ ടീ, കോഫി ഇതൊന്നും സ്റ്റാറ്റിൻസ് ആയിട്ട് കാര്യമായിട്ട് ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാത്തതാണ്. സോ ഓപ്ഷൻ എ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the recommended storage condition for most tablets and capsules? A, store in freezer at -20 degrees Celsius. B, store in a cool, dry place away from light. C, store in direct sunlight. D, store in a humid bathroom cabinet. സോ നമുക്ക് ഈ ടാബ്ലറ്റ്സ്, മോസ്റ്റ് ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻ ഒരു ജനറൽ കണ്ടീഷൻ ഉണ്ട്. അതിന്റെ ആ ഒരു ഡ്രഗിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി, അതേപോലെ പൊട്ടൻസി, സേഫ്റ്റി ഒക്കെ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോർമൽ സ്റ്റോറേജ് കണ്ടീഷൻ പറയുന്നുണ്ട്. അത് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ് എവേ ഫ്രം സൺലൈറ്റ്. ഇതാണ് നമുക്ക് ജനറൽ ആ ഒരു കണ്ടീഷൻ വരുന്നത് ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾസിന്റെ സ്റ്റോറേജ് ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്കതിൽ കൂൾ പ്ലേസ് ആയിരിക്കണം, അതായത് റൂം ടെമ്പറേച്ചർ ഒരു 15 to 25 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം അത് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ പ്ലേസ്, അതായത് മോയ്സ്ചർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഡ്രഗ് ഡീഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ആ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യരുത്, ഡ്രൈ പ്ലേസിലായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ലൈറ്റ് ആയിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് സെൻസിറ്റീവ് ഡ്രഗ്സ് ഒക്കെ അവിടെ ഡീഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവേ ഫ്രം ലൈറ്റ് ആയിരിക്കണം അത് കീപ്പ് ചെയ്യേണ്ടത്. സോ സ്റ്റോർ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ് അവേ ഫ്രം സൺലൈറ്റ് ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫ്രീസറിൽ -20 ഡിഗ്രി സെൽഷ്യസിൽ അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫോർമുലേഷൻ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആയിട്ട് എക്സ്പോസ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രഗ് ഡീഗ്രഡേഷൻ വരും. ഹ്യൂമിഡ് ബാത്റൂം ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ മോയ്സ്ചർ കണ്ടന്റ് കാരണം കൊണ്ട് നമ്മുടെ ആ ഒരു ഡ്രഗ് അവിടെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റോർ ഇൻ കൂൾ ഡ്രൈ പ്ലേസ് അവേ ഫ്രം സൺലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ ഡോസേജ് ഫോം കണ്ടെയ്നിങ് ലെസ് ദാൻ 30% വാട്ടർ ആൻഡ് മോർ ദാൻ 50% ഓയിൽ ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഓയിൻമെന്റ്, ബി ക്രീം, സി ജെൽ, ഡി സസ്പെൻഷൻ. സോ ലെസ് ദാൻ 30% വാട്ടറും മോർ ദാൻ 50% ഓയിലും കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഡോസേജ് ഫോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓയിൻമെന്റ്. ഓയിൻമെന്റിൽ നമുക്ക് ഒരു ഓയിൽ കണ്ടന്റ് കൂടുതലായിരിക്കും, വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. ഇറ്റ് ഈസ് എ സെമി സോളിഡ് ഡോസേജ് ഫോം. നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഹൈ ഓയിലി കണ്ടന്റ് ആയിരിക്കും, അതായത് 50% കൂടുതലും ഓയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കും, വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും, അതായത് ലെസ് ദാൻ 30% ആയിരിക്കും വാട്ടർ കണ്ടന്റ് വരുന്നത്. അപ്പൊ ഈ ഓയിൽ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ അതൊരു ഗ്രീസി ആയിരിക്കും, ഗ്രീസി നേച്ചർ ആയിരിക്കും. അവിടെ മോയ്സ്ചർ കണ്ടന്റും കൂടുതലായിരിക്കും ഓയിൻമെന്റിന്റെ കേസിൽ. പിന്നെ ക്രീം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വാട്ടർ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. ക്രീം എന്ന് പറയുമ്പോൾ ഓയിൽ ഇൻ വാട്ടർ ആണ്, അതായത് അവിടെ വാട്ടർ ആണ് കൂടുതൽ ഉണ്ടായിരിക്കുക, ഓയിൽ കുറവായിരിക്കും. ഈ ഓയിൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വാട്ടർ ഇൻ ഓയിൽ ആണ്. ഓക്കെ, ഓയിൽ കൂടുതലും കുറവ് വാട്ടർ ആണ് ഓയിൻമെന്റിൽ ഉണ്ടായിരിക്കുക. ക്രീം ആണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറവും വാട്ടർ കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ലെസ് ഗ്രീസി ആയിരിക്കും, ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കുറവായിരിക്കും. ജെല്ലാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ അത് വാട്ടർ ബേസ്ഡ് ആണ് ജെല്ല് വരുന്നുണ്ടായിരിക്കുക, ആ ഒരു ഓയിലിന്റെ ആ ഒരു കണ്ടന്റ് കുറവന്നെ ആയിരിക്കും. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അത് പ്യുവർലി ലിക്വിഡ് ഡോസേജ് ഫോം ആണ്, ഓയിൽ കണ്ടന്റ് അവിടെ
കുറവായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് 30% ലെസ് ദാൻ 30% വാട്ടർ കണ്ടന്റും മോർ ദാൻ 50% ഓയിൽ കണ്ടന്റും വരുന്ന ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഓയിൻമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A solution that can neutralize both acids and bases is called A. Neutral solution, B. Buffer solution, C. Saturated solution, D. Electrolyte solution. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബഫർ സൊല്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ആസിഡ്സ് ബേസിന് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബഫർ സൊല്യൂഷൻ. ആ ഒരു pH ചേഞ്ചസ് കാര്യങ്ങളെല്ലാം റെസിസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ആസിഡ്സ് ബേസ് എല്ലാം ന്യൂട്രലൈസ് ചെയ്ത് ആ ഒരു pH സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുവാൻ നമുക്ക് ഈ ഒരു ബഫർ സൊല്യൂഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കി ന്യൂട്രൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ pH 7 ആണ്, ഈ ഒരു ന്യൂട്രലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സൊല്യൂട്ട് ആയിരിക്കും. ഈ ഒരു ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ അയോൺസ് ആയിരിക്കും കണ്ടൻസ് ഉണ്ടായിരിക്കും, അതും ഈ ഒരു ആസിഡ്സ് ആൻഡ് ബേസ് ന്യൂട്രലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ബഫർ സൊല്യൂഷൻ ആണ് നമുക്ക് ആ ഒരു ആസിഡ് ബേസ് അതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്ത് pH സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതേപോലെയുള്ള റീസെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമ്മുടെ CMED ഓൺലൈൻ അക്കാദമിയുടെ കോച്ചിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പൊ കോച്ചിങ് റിലേറ്റഡ് അതേപോലെ തന്നെ മറ്റ് ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വറീസിനായിട്ട് പ്ലീസ് ഡു കോൺടാക്ട് CMED ഓൺലൈൻ അക്കാദമി. ഓക്കെ, താങ്ക് യു.